അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചെന്നല്ല അധികാലത്ത് എഴുന്നേറ്റ്, അതാ പുള്ളിക്ക് പറ്റിയ കുഴപ്പം. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചെന്നല്ല, അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ നിന്ന. അങ്ങനുണ്ടോ? പ്രാർത്ഥിക്കാരനെ ഗുണം വന്നേനും. 3-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചേ. അപ്പൻ എന്നെ എടുക്കുകയായിരുന്നെന്ന്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. 63-ന്റെ ഒന്നുകൂടെ ചേർത്ത് വായിച്ചു. മതി. പുള്ളി അധികാലത്ത് പടിവാതൊക്കെ പോയി നിൽക്കുക. പുള്ളി അധികാലത്ത് ദൈവത്തിന് തന്നെ താൻ ശോധന ചെയ്തോണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പടിവാതിക്കലാന്നോ? അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിക്കെ പോയി നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് മഹാരാജാവിന്റെ പ്രജ മുഖം കാണിക്കാൻ വരുമ്പോൾ അബ്ശാലോം ആൾക്കാരെ അകത്തോട്ട് വിടുകയല്ല, ഇവൻ വെളിയിൽ കിടന്നൊരു ശുശ്രൂഷ. ലോകസഭയുടെ ശുശ്രൂഷകൻ അറിയാതെ വേറൊരു ശുശ്രൂഷ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. തകിടെടുക്കുകയോ ഛർദിപ്പിക്കുകയോ ഹോളിനകത്തോട്ട് കയറ്റുകയല്ല, പുള്ളി വാതിക്കലിട്ടൊരു ശുശ്രൂഷ. കൈവശം ഇറക്കുവോ. പണ്ട് പെണ്ണുങ്ങൾക്കെല്ലാം എണ്ണ പ്രാർത്ഥിച്ചുകൂടെ? പെണ്ണുങ്ങളെല്ലാം നടുവിൽ കൈവച്ച് അങ്ങ് ഛർദിൽ തന്നെ എണ്ണ കുടിച്ചാൽ ഛർദിക്കുകയല്ലേ? വെളിയിൽ കിടന്നൊരു ശുശ്രൂഷ. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പ്രാകാരത്തിൽ പടിവാതിൽക്കൽ പോയി നിൽക്കി. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് മഹാരാജാവിന്റെ മുഖം കാണിക്കാൻ വന്ന ഇവനെ ആൾക്കാരെ അകത്തോട്ട് വിടുകയല്ല, വെളിയിലൊരു ശുശ്രൂഷ. വരുന്നവനോട് ചോദിക്കുക, ഏത് പട്ടണക്കാരൻ, ആരാ, എങ്ങനെ, എന്താ? അവൻ പറയും, ഞാൻ ഇന്ന പട്ടണക്കാരൻ. അപ്പം അവനോട് പറയുന്ന കാര്യമുണ്ട്, വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 15:4 വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ. എങ്ങനെയുണ്ട് ഇവന്റെ ഈ തനി നാടൻ ഭാഷ പറഞ്ഞ തുറുപ്പ് ചീട്ട്? അങ്ങനുണ്ട്. വടക്കും ഉള്ളവരെല്ലാം കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്കത് അറിയാം, പക്ഷെ എന്നാ ചെയ്യാൻ? എന്നിട്ട് ആരും എന്ന് പറഞ്ഞ ചക്കരവാക്കും മുഖസ്തുതി. അവിടെ എഴുതിയിട്ടുണ്ട്, വടക്കം വ്യവഹാരമെല്ലാം കൂടെ ഇടയ്ക്ക് വന്നൊക്കെ വേണം ദേശത്തും എന്നെ ന്യായാധിപതിയാക്കുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ മേളിൽ കിടപ്പുണ്ട്, വരുന്നവൻ വിഷയം പറയും, ഇന്നതാ വിഷയം. ഉടനെ പറയാ, നീ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായമുള്ളതാണ്. അങ്ങനല്ലേ? അത് മുഖസ്തുതിയും ചക്കരവാക്കും. എന്നിട്ട് ആരെങ്കിലും ഇവനെ കാണാൻ വന്ന കൈ നീട്ടി കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യും. 5-ാം വാക്യം. ആരെങ്കിലും ഇവനെ നമസ്കരിപ്പാൻ അടുത്ത് ചെന്നാൽ അവൻ ഓടിച്ചെന്ന് കൈ നീട്ടി, കറുത്തതാന്നോ വെളുത്തതാന്നോ വണ്ണമുണ്ടോ കാശുണ്ടോ പോണ്ടോ ഇതൊന്നും വിഷയമല്ല, വരിക, പിടിക്കുക, ഉമ്മ കൊടുക്കുക. ആരാ വീഴാത്ത? ചുംബനം. ഇങ്ങനെ മുഖസ്തുതി ചക്കരവാക്കും കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും കൊണ്ട് ഇസ്രായേൽ മക്കളെ മുഴുവൻ ഇവൻ വശീകരിച്ചു. 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. അങ്ങനെ അബ്ശാലോം കണ്ടോ, അങ്ങനെ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്കും മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിലുമൊക്കെ ഇട്ട് അങ്ങനെ വശീകരിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, വായിര്. ഇങ്ങനെ ജനം അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് കൂട്ടുകെട്ടിന്
ഈ വേദപുസ്തകത്തിൽ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ അബ്ശാലോം വശീകരിച്ചു. ഇങ്ങനെ ജനം അവൻ്റെ അടുക്ക ചെല്ലുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ വശീകരിച്ച ഇങ്ങനെയൊക്കെ ആള്, ചുരുക്കി പറഞ്ഞാൽ നാളുകളുടെ അശ്രാന്ത പരിശ്രമത്താൽ ജനത്തെ മുഴുവൻ ഇവന്റെ വരുതിയിലാക്കി. എന്നിട്ട് ഇവനൊരു സുപ്രഭാതത്തിൽ ഒരു ഉണർവുണ്ടായി. അപ്പനാകുന്ന ദാവീദിനോട് എന്ന് പറഞ്ഞ, അച്ചായ എനിക്ക് ഹെബ്രോനിൽ പോയൊരു യാഗം കഴിക്കണം. ദാവീദ് ചോദിച്ചു, നിനക്കെന്നെ ഇപ്പോ ഒരു ഉണർവ്? ഈ ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉണർവുണ്ടാകും. അവര് പ്രശ്നക്കാരാ. നിങ്ങളെ സഭയിലൊക്കെ അങ്ങിരിക്കുമ്പോൾ ഒരു ഇളക്കം, അവർ വലിയ നാശോപ്പിക്കുന്നവരാ. എന്നും പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ അവരെ പേടിക്കണ്ട. വല്ലപ്പോഴും ഒരു ഇളക്കം ഓടത്തിന് എന്തോ കോടാലി ഒപ്പിച്ചോണ്ട. ഇവനെ അങ്ങിരുന്നപ്പോ ഒരു ഇളക്കം കൂടി വെച്ച് പറഞ്ഞ, അച്ചായ എനിക്ക് ഹെബ്രോനിൽ പോയൊരു യാഗം കഴിക്കണം. അതിനാ നിനക്ക് ഹെബ്രോനിൽ പോയൊരു യാഗം കഴിക്കാൻ ഇപ്പോ ഒരു ഇളക്കം? അത് പണ്ട് ഞാൻ അരാമിലെ ഗരൂരി പാർത്ത കാലത്ത് ഒരു നേർച്ച നേർന്നു. അരാമിലെ ഗരൂരി പോകാൻ കാര്യം, അമ്നോനെ കൊന്നേച്ച് പോയതാ. ഇവന്റെ പെങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അമ്നോനെ അബ്ശാലോം തട്ടി. അമ്നോനെ കൊന്നേച്ച് നാടൻ ഭാഷ പറഞ്ഞാൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇവൻ അരാമിലെ ഗരൂരിലേക്ക് ഒളിവ് പോയി. അരാമിലെ ഗരൂരി പോകാൻ കാര്യം, എന്റെ അമ്മ വീട് അരാമിലെ ഗരൂര്. ഗരൂർ രാജാവാകുന്ന തൽമായിയുടെ പുത്രി മയക്ക അബ്ശാലോമിന്റെ അമ്മയാ. അപ്പൊ അമ്നോനെ കൊന്നേച്ച് പുള്ളി ഒളിവ് പോയത് അങ്ങ് ഗരൂരില്ല. ചില ആൾക്കാർ നാട്ടിലൊക്കെ വിസ തട്ടിപ്പും ട്രാവൽ ഏജൻസി ഒക്കെ നടത്തി പൊട്ടിയേച്ച് നാട്ടുകാരുടെ കാശും പാസ്പോർട്ടും എല്ലാം മേടിച്ച് മുങ്ങും. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് പുള്ളി റവറൻ്റായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ ചിലയിടങ്ങൾ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നില്ല. കള്ളക്കടം മേടിച്ചായി കൊണ്ട് കൊടുക്കുന്ന രക്ഷപ്പെടാൻ. ആധാരം പണയം വെച്ചാ കൊടുക്കുന്നത്. ഇവന്മാരിതെല്ലാം കൂടെ സ്വരൂപിച്ച് മേടിച്ചു സുപ്രഭാതത്തിൽ മുങ്ങി. ദൈവം വിടുവോ? നീതിക്ക് നിരക്കാത്ത 1 രൂപ എൻ്റെ നിന്റെ കൈ കാണരുത്. ദൈവത്തിനും വചനത്തിനും നീതിക്കും പ്രമാണത്തിനും നിരക്കാത്ത 1 രൂപ കൈ കണ്ടാൽ നിന്നെ വിടുകയില്ല, നിന്റെ സന്തതിയും വിടുകയില്ല. ഉപവസിച്ചാലൊന്നും രക്ഷപ്പെടുകയില്ല. വെള്ളം കുടിക്കാതെ കഞ്ഞി കുടിക്കാതെ ഇങ്ങനെ കിടന്ന് വളരെയിട്ട് വറപ്പിച്ചാലൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. ചൊല്ലി അടിക്കുന്ന ഉപദേശം കൊണ്ടുവന്ന പുള്ളി കുറച്ച് കാശുമായിട്ട് പോകുമെന്നല്ലാതെ നിനക്ക് ഗുണം വരികയില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മുടിരാത്രി പ്രാർത്ഥന ഒന്ന് വിടുതലിനായിട്ട് എന്നതാ പുള്ളി തലക്കടിച്ചാ? തലക്കടിക്കുമെന്നല്ല, കാര്യം പറയുക. കൈയൊക്കെ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോ ഇതിനകത്ത് അകൃത്യം ഒന്നും കാണരുത്. ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ അമ്നോനെ കൊന്നേച്ച് അരാമിലെ ഗരൂരി പോയി പ്രാർത്ഥന കാലത്ത് ഒരു നേർച്ച നേർന്നു. ആയുസോടെ യെരൂശലേമിൽ വരികയാണെങ്കിൽ ഒരു യോഗം നടത്തിയേക്കാന്ന്. അതിന്റെ പേര് പറഞ്ഞ അപ്പനോട് പറഞ്ഞ്. അപ്പൊ അപ്പൻ ചിന്തിച്ചാട്ടെ, ഇപ്പോഴേലും ഇവന് നല്ല ബുദ്ധി ഉണ്ടായല്ലോ. അങ്ങനെ ദാവീദ് അനുവാദം കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇവന് യോഗത്തിന്റെ പേര് പറഞ്ഞാ പോയെങ്കിലും യോഗവും യാഗവും ഒന്നും നടത്തിയില്ല. ഇവൻ പോയ പോക്കിന് അഗീത്വബേലിനെ കൂട്ടുപിടിച്ചു പറഞ്ഞ്, പിന്നെ ഞാൻ അരാമിലെ ഗരൂരിലോട്ട് പോവുക. അപ്പൊ നീ ആൾക്കാരെ കൂട്ടി വിളംബരം ചെയ്യണം. പെരുമ്പറ മുഴക്കി അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരുന്നു. ഈ വാർത്ത ദാവീദിന്റെ കാതിലെത്തി. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, അയ്യോ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പടഞ്ഞു മരിക്കുന്നതിലും ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞ് ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് കൊട്ടാരം വിട്ട് ഓടി. തന്റെ കൂടെ ഓടാൻ എല്ലാരും പോയില്ല. പിളേത്തിനുമാകുന്ന 100-400 പേര് ഇത്തായിയെ കൂടെ കൊണ്ടുപോയി. അബിയാഥാര് സാധുക്കും പുരോഹിതന്മാരെ അവരെ കൊണ്ടുപോയില്ല. അങ്ങനെ ദാവീദ് മുമ്പോട്ട് ഓടുക. കാല് ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് അവൻ വളരെ മനോദുഃഖത്തോടെ ഈ ദാവീദ് കൊട്ടാരം വിട്ടോടി. കിരീടം വേണ്ടെന്ന് വെച്ച് പൊഞ്ചൊങ്കൽ മാറ്റിവെച്ച് രാജവസ്ത്രം ധരിക്കാതെ കാലും ചെരുപ്പിടാതെ പൂഴിവാരികിട്ട് വേദനയോടെ ദുഃഖത്തോടെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടി 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 കെദ്രോന്തോട് കടന്നു. കെദ്രോന്തോട് കടന്നാൽ പിന്നെ ഒലിവ് മലയാ. ആ ഒലിവ് മലയുടെ കയറ്റം ഇങ്ങനെ കയറുക, ദാവീദും കൂടെയുള്ളവരും. അങ്ങനെ കേറി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരുത്തൻ എതിർപ്പെട്ട് വരുന്നു.
അർഖ്യനായ ഹൂശായി ദാവീദിന്റെ സ്നേഹിതനാ. അപ്പൊ ഹൂശായി ദാവീദിനെ കണ്ട് വന്ദനം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, എടേ നീ ഇപ്പൊ എൻ്റെ കൂടെ വരരുത്, നീ യെരൂശലേമിലോട്ട് പോകണം, ഇപ്പൊ എൻ്റെ കൂടെ വരണ്ട. അതിന്റെ കാരണവും പറഞ്ഞു, എനിക്ക് വിരോധമായിട്ട് ചിലപ്പോൾ അഗീഥോഫേൽ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അർഖ്യനായ ഹൂശായിയെ പറഞ്ഞ് യെരൂശലേമിൽ വിട്ടു. ദാവീദ് പിന്നെ മുൻപോട്ട് ഓടി 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 ബഹൂരൂമിൽ ചെന്നു. ബഹൂരൂമിൽ ചെന്നപ്പോൾ വേറൊരുത്തൻ വന്നു, ഗേരയുടെ മകന് ശിമയി. അവൻ ശൗൽ കുടുംബത്തിന്റെ ബന്ധുവും ബെന്യാമീൻ ഗോത്രജനുമാണ്. നാടൻ ഭാഷ പറഞ്ഞ ദാവീദിനെ കണ്ടപ്പോൾ ഇവനെ സമനില തെറ്റി, ഇവൻ ദാവീദിനെ പ്രാഗി ശപിച്ചു. ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീജ പോ 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 എന്ന് പറഞ്ഞ് ദാവീദിനെ പ്രാഗി ശപിച്ചു. അരിശം തീരാതെ വന്നപ്പം കല്ലും പൂടിയെല്ലാമാര് ദാവീദിനെ എറിഞ്ഞു. ഇവൻ ഇങ്ങേ സൈഡിലും ദാവീദ് അപ്പറയാ. പുടിയും കല്ലും എല്ലാമാര് ദാവീദിനെ എറിഞ്ഞ് ഏറും പ്രാക്കും ശാപവാക്കും. അപ്പൊ ദാവീദിന്റെ പെങ്ങന്മാരുടെ പിള്ളേര് കൂടെയുണ്ട്. ദാവീദിന് 2 പെങ്ങന്മാരുണ്ട്. അതിൽ ഒന്ന് സെരൂയ. സെരൂയയ്ക്ക് 3 ആൺപിള്ളേരാ, യോബാബ്, അബീഷായി, അസാഗേല്. അവൻ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയാ. അപ്പൊ ഈ അനന്തരവന്മാര് കൂടെയുണ്ട്. ഈ അർഗനായ ഹൂശായി ദാവീദിനെ ശിമയി ദാവീദിനെ ശപിച്ച് കല്ലും പൂടിയമാരി എറിഞ്ഞപ്പം ഈ യോബാബ് പറഞ്ഞു, അച്ഛാ ഇവനെ തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ദാവീദ് പറഞ്ഞു, അവനെ ഒന്നും ചെയ്യണ്ടടാ, അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ കൊടുവാളുമായിട്ട് നിൽക്കുക. RSSും BJP അവിടെ നിൽക്കട്ടെ, പെന്തിക്കോസുകാരെ ആദ്യം ഒതുക്ക്. മിണ്ടുന്നില്ല. ഒരു തവക്കാരെ ഇഷ്ടമല്ല. ഇവിടെ പിന്നെ എല്ലാവരും കൂടിയതിന് ഒത്തിരി സന്തോഷം. ചില സഭക്കാർ യോഗം വെച്ചാൽ ചിലർ കൂടുകയല്ല. നമ്മൾ കൺവെൻഷനൊക്കെ പല സ്ഥലത്ത് പോകുന്നില്ലേ, ചില സാധുക്കളായ സഹോദരങ്ങൾ യോഗം നടത്തിയ വലിയ അച്ചായന്മാരാരും അധികം ധാരാളം സംഭവം വരികയല്ല. പിന്നെ ചിലർ വരണമെങ്കിൽ അവരുടെ സഭയിലെ പാസ്റ്റർ വരുന്ന അവർ കൂടളകി. നമ്മൾ പിന്നെ പൊതുവായതുകൊണ്ട് എല്ലാവരും വന്നോളും. വരുന്ന മാസ്റ്റർമാരും വിളിച്ച് പറയും, ജോയ്ക്കുട്ടി ഇന്ന് ഞാനാ അവിടെ, നമ്മുടെ ആൾക്കാരല്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെയാന്ന് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഞാനാന്ന് ഇന്നവിടെ. അണ്ട നമുക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട എന്തിനാ വന്നൊരു ആലോക്യം ഉണ്ടാക്കുന്നത്? നാളെ ഒരു പേര് വേണ്ട, മുഴുവത്തെ പ്രാർത്ഥന അവസാനം അടിയില്ല, പിരിഞ്ഞെന്ന് വേണ്ട, പ്രാർത്ഥിച്ച് തന്നെ പിരിഞ്ഞെന്ന് എഴുതാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദാവീദ് പറഞ്ഞു വരാ, യവൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, അവനെ അങ്ങ് വിട, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ കൊടുവാളുമായിട്ട് നിൽക്കുക. അങ്ങനെ ഈ ഗേരയുടെ മകന് ശിമയി ദാവീദിനെ പ്രാഗി ശപിച്ചു. ദാവീദ് ഒന്നും മറുപടി പറയാഞ്ഞതിന്റെ കാരണം ദാവീദിന്റെ ഹൃദയത്തിൽ വചനമുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് കാണും, യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, നിന്നെ ആര് പ്രാഗിയാലും ശപിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടുണ്ടെങ്കിൽ ആ പ്രാഗെല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് വരും. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു സൈന്യം പാളയമറങ്ങിയാലും നീ ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ മകത്വം ഇന്ന് രാത്രി ദൈവം നിന്നെ ഉയർത്തുവാൻ, ദൈവം നിന്നെ ആദരിക്കുവാൻ പദ്ധതി ഇട്ടുണ്ടെങ്കിൽ നിനക്ക് എതിരായിട്ടുണ്ടാക്കുന്ന ഒന്നും നിനക്ക് ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശിമയി പ്രാഗി അവനങ്ങ് പോയി. ദാവീദ് പിന്നെ മുൻപോട്ട് ചെന്ന് യോർദാൻ കടവിൽ തങ്ങി. എല്ലാം വിവരിക്കുന്നില്ല. യോർദാൻ കടവിൽ തങ്ങിയെങ്കിലും അവിടെ അധിക നാളെ നേരെ നിൽക്കാനൊത്തില്ല. അഹീമാസിന്റെ യോനാഥാന്റെ ആലോചനയാൽ ദാവീദ് പിന്നെ യോർദാൻ കടവ് കടന്ന് മഗനയീമിൽ ചെന്നു. മഗനയീമിൽ ചെന്നപ്പോൾ 3 പേര് ഭക്ഷണ പദാർത്ഥം കൊണ്ട് കൊടുത്തു. 17-ാം അധ്യായത്തിന്റെ 27 മുതൽ വായിച്ച, എല്ലാം വായിപ്പിക്കാനും ധ്യാനിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വേറെ വിഷയത്തിൽ വരണം. ലോദേമാര് ദാവീദ് മഗനയീമിൽ
എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോഭി, ലോദേബാരിലെ അമ്മിയലിന്റെ മകൻ മാഹീർ, രൊഗേലിമിൽ നിന്ന് ഗിലിയാദിനായ ബർസില്ല എന്നിവർ കിടക്കങ്ങളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു വിരിക്കുമല്ലോ എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഈ 3 പേര് ഭക്ഷണ പദാർത്ഥം കൊണ്ടു കൊടുത്തു. ശോഭി, മാഗീർ, ബർസില്ലായി. അതെല്ലാം ഭക്ഷിച്ച് ബലപ്പെട്ട് പിന്നെ എഫ്രയീമിനത്തിലെ പട തുടങ്ങി. ദാവീദ് യുദ്ധത്തിന് പോയില്ലെങ്കിലും യോവാബിന്റെ നേതൃത്വത്തിൽ അബ്ശാലോവുമായിട്ടുള്ള യുദ്ധം നടന്നു. വനത്തിലെ യുദ്ധമായതുകൊണ്ട് വാളിപ്പെട്ടതിലുമേറെ വനത്തിൽപ്പെട്ടു. വാളിനും വനത്തിലും നിരവധി ജനം പെട്ടപ്പോൾ അബ്ശാലോം പേടിച്ച് കോവർക്കഴുതയ്ക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരുവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കഴുതയെ തെളിച്ച് ഓടിച്ചപ്പോൾ ഇവന്റെ മുടി കരുവേലകത്തിൽ കയറി കുരുങ്ങി ഇവൻ ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഇവന് പണ്ടേ മുടിയോട് വലിയ താല്പര്യമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ മുടിയോട് വലിയ മുടിയിലൊക്കെ വിചിത്രം കാണിക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചിരച്ചു വെക്കുന്നത്. പിന്നെ പെൺപിള്ളേരും ഉണ്ട്. പാട്ട് പാടാൻ വരുന്നവളും 2 മുടി ഇതിലേ കൂടെ ഇട്ടിരിക്കുക. ഇടത്തെ കണ്ണിൻ്റെ മണ്ടേ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് പിരിയൊക്കെ വടിച്ച് പിന്നെ ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് കായകിയ മിണ്ടുന്നില്ല. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. ഇപ്പം ഇരുന്ന് മൂടുവൊന്നും വേണ്ട, ഒക്കെ ഞാൻ കണ്ട്. ഇപ്പം ഇരുന്ന് പമ്മി മൂടുക. എന്തിനിപ്പം മൂടുന്നു? ആവശ്യമില്ലാത്തതൊന്നും ഇതിൽ പാടില്ലെന്നായി പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. ഇവന്റെ മുടി കരുവേലകത്ത്, കാരണം ഇവന്റെ മുടി ആണ്ടുതോറും കത്തിരിക്കുന്നതാണ്. അതൊക്കെ വലിയ ആഘോഷമാണ്. 14:25 14:25 ഒന്ന് വായിച്ചേ. എന്നാൽ എല്ലാ ഇസ്രായേലിലും ഇസ്രായേലിലെല്ലാം അബ്ശാലോമിനുള്ള ശ്ലാഘ്യനായ ഒറ്റ ഒരുത്തനുണ്ടായില്ല. ആടി തൊട്ട് മുടി വരെ. അടുത്തത് തലമുടി ആണ്ടുതോറി ഇവൻ കത്തിരിക്കും. അത് വലിയ ആഘോഷമാണ്. മുടി വെട്ടാൻ പോകുന്നത് തന്നെ. പിന്നെ ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. വെറുതെ എന്തിനാ മുടിരാത്രി പ്രാർത്ഥന വന്ന് അലോഹ്യം ഉണ്ടാക്കിയെന്ന് പറയാന്നെ. ചിലരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഇയാളെ വിളിച്ചിട്ട് ഇപ്പം മെനക്കേടാകുമെന്ന്. വിളിച്ചവനിട്ട് തന്നെ ആദ്യം അങ്ങനെയും ചിലപ്പോൾ ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തൂടെ വരും. എന്നാലും ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് പോകാനും സാധ്യതയുണ്ട്. താനതിലേ വന്നോ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ അബ്ശാലോം കരുവേലകത്തിൽ മുടി തൂങ്ങിക്കിടപ്പെട്ട അവനെ തീർന്നപ്പോൾ ഈ ഓടിപ്പോയ കൂട്ടത്തിലാ ദാവീദ് ഈ സങ്കീർത്തനം പാടിയത്. അത് പറയാനായി ഇത്രയും പറഞ്ഞു. അതാ 3-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. 3-ാം സങ്കീർത്തനവും 4-ാം സങ്കീർത്തനമൊക്കെ ഓടിയപ്പോൾ പാടിയതാ. ഞാനിങ്ങനെ പറഞ്ഞത് 3-ാം സങ്കീർത്തനം രാവിലെ പാടി, 4-ാം സങ്കീർത്തനം രാത്രി പാടി. 3-5 മുമ്പേ വായിച്ചതാ. ഞാൻ കിടന്നുറങ്ങി. അപ്പൊ ഇത് രാവിലെ പാടിയതാ. ഞാൻ കിടന്നുറങ്ങി, എന്റെ ദൈവം എന്നെ താങ്ങുകയാൽ ഞാനിപ്പോ ഉണർന്നിരിക്കുന്നു. അപ്പൊ രാവിലെ പാടി. 4-ാം സങ്കീർത്തനം രാത്രി പാടി. 4-ന്റെ ഒടുവിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അപ്പൊ ഇതിനകത്ത് ഒരർത്ഥം ഇത്രയേ ഉള്ളൂ. കിരീടം നഷ്ടപ്പെട്ട്, പൊൻചങ്കോൽ പോയി, അധികാരം പോയി, എല്ലാം നഷ്ടമായി, സ്വന്തം മകൻ കൊല്ലാൻ നിൽക്കുന്നു. അവൻ സ്വന്തം തലയിൽ പൂടിയെല്ലാം മാറിയിട്ട് ഓടുക. ഓടിപ്പോയപ്പോൾ എന്റെ ഭാഷക രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും മുടങ്ങിയില്ല. ദൈവത്തിന്റെ മഹത്വം. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഓടിയപ്പോഴും രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും മുടങ്ങിയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന മുടക്കരുത്. രഹസ്യ പ്രാർത്ഥന മുടക്കരുത്. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. സഭയുടെ പ്രാർത്ഥന മുടക്കരുത്. ഉപവാസ പ്രാർത്ഥന മുടക്കരുത്. മുടിരാത്രി പ്രാർത്ഥന മുടക്കരുത്. അവ കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് വെക്ക പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുടക്കരുത്. സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏറെ നേരത്തു ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം. അടുത്തിരിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമുക്ക് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരികയില്ല. അവസരം കിട്ടുന്നത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. അപ്പൊ ഓടിപ്പോയപ്പോഴും
രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴത്തെ മിക്ക പെന്തിക്കോസുകാരുടെ വീട്ടിലും വൈകിട്ട് ചിലയിടത്തൊക്കെ പ്രാർത്ഥനയുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയാ. എല്ലാം കാലമായി കഴിയുമ്പം ചോദിക്കാല്ലേ, എല്ലാം റെഡി ആയോടി? ഇനി കടുകൂടെ താളിച്ചാൽ മതി. പെട്ടെന്ന് ഇച്ചിരി കഴിയുമ്പോൾ താളിച്ചോ എന്നാ പ്രാർത്ഥിക്കാന്ന് പോലും പറയത്തില്ല, പ്രാർത്ഥിക്കാം. ഉടനെ അമ്മാമ്മ അടുക്കള നീ തുടങ്ങ്. അപ്പോൾ ഒരാൾ തേക്ക് വെട്ടിയിട്ടത് പോലെ കാല് നീട്ടി ആ സെറ്റിയിൽ ഇങ്ങനെ കയ്യും വെച്ചൊരു കിടപ്പുണ്ട്. വലിയ സങ്കടമാണ് അതൊക്കെ കാണുന്നത്. തള്ള പിന്നെ വന്ന് ആ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ കൊടുങ്കയ്യും മുത്തി. പിന്നെ ആ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടവും വരും. പാട്ടൊന്നും പാടാതിരിക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ഞാൻ റോഡിൽ കൂടെ പോവുക, ചെറിയ വഴിയാ, ഒരു യോഗത്തിന് അങ്ങോട്ട് പോയപ്പം നമ്മുടെ പെന്തിക്കോസുകാരാ, സ്ഥലമൊന്നും പറയുന്നില്ല, ജയക്കോച്ചാൻ അറിയാം. അപ്പം വാതുക്കൽ ചെറിയ റോഡല്ലേ, നടന്നു പോകുമ്പോൾ അറിയാം. അപ്പം രണ്ടുപേരൂടെ പാടുക, വയ്യ രണ്ടിനും. എന്നിട്ട് പാട്ട് കേട്ട് ഞാൻ പിന്നെ അങ്ങ് ചിരിച്ചാ അതിലേ പോയത്. പാട്ടിൻ്റെ വരി ഇതാ, വയ്യ രണ്ടിനും. ആമയെ പോൽ നമ്മെ ഓമനിച്ചു. ആമയെ പോലെ അമ്മയെ പോലെ അതങ്ങനെ ആക്കത്തി പാടാൻ രണ്ടിനും വയ്യ. അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു, അങ്ങനെ പാടേണ്ടത്. രണ്ടിനും വയ്യ, പാടുക. ആമയെ പോൽ ആട്ടെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാ. ചില വീടുകളിൽ സന്ധ്യയ്ക്ക് ബോധിപ്പിക്കാനെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പെന്തിക്കോസുകാരുടെ വീടുകളിൽ പ്രഭാതത്തിൽ അപ്പനും അമ്മയും മക്കളും വീട്ടിൽപ്പെട്ടവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര ഭവനമുണ്ട്? അങ്ങനെയുള്ളവർ വല്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവര് പെട്ടെന്ന് കൈപൊക്കി വെച്ച് താക്കരുത്. 1 മിനിറ്റ് കൈപൊക്കി നിൽക്കൂ, ഞാൻ തിരിഞ്ഞോളാം, കാണുന്നൊന്നുമില്ല. കൈതാത്തിട്. രക്ഷപ്പെടാൻ ചാൻസ് കുറവാ. പ്രിയരെ, പ്രാർത്ഥന മുടക്കരുത്. ഇസ്രായേലിന്റെ മധുരഗായകനാ, രാജാവാ, എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണിക്ക് മറുതുണിയില്ല. പക്ഷേ രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥന നിർത്തിയില്ല. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ പിണങ്ങാനൊന്നും മുഖമൊക്കെ ചിലരുടെ വല്ലാതാകുന്നു. വേണ്ട, സങ്കടപ്പെടുവൊന്നും വേണ്ട, കാര്യം പറഞ്ഞെന്നല്ല ഉള്ളൂ. ഇങ്ങനെ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3ഉം 4ഉം. നമ്മൾ ഇന്ന് രാത്രി 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ് വായിച്ചത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വടിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം, വടിയിൽ വെച്ച് നശിച്ചു പോകരുത്. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദാണ് എഴുതിയത്. തെളിവുകൾ ധാരാളമുണ്ട്. ഒരു തെളിവ്, ആദിമസഭയ്ക്ക് പീഡയുണ്ടായപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പീഡയുണ്ടാകാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിരുന്ന മുടന്തനെ അവൻ പത്രോസ് യോഹന്നാനും ചെന്ന് പ്രാർത്ഥിച്ചു. അവൻ സൗഖ്യമായി യേശുവിന്റെ നാമത്തിൽ. ക്ഷണത്തിൽ അവനെ നരിയാണി ഉറച്ച് അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പീഡ ആരംഭിച്ചു. ദൈവദാസന്മാരെ പിടിച്ച് നടുക്ക് നിർത്തി ശാസിച്ചു, ഉപദ്രവിക്കാനൊരുങ്ങി. ഇവര് പെട്ടെന്ന് ആദിമസഭയിട്ടൊക്കെ വന്ന് ഈ വിഷയം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദിമസഭ കേസ് കൊടുക്കാനല്ല പോയത്. ഞാന് പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. പല ഗവൺമെന്റും പല ആൾക്കാർ ഭരിക്കും, പല പാർട്ടി ഭരിക്കും. നീ കേസിനും കോടതിക്കും പോകരുത്. പോകരുത്. ഓരോരുത്തർ വന്ന് പറയും ഞങ്ങളുടെ കൂടെ നിന്നാ മതി, നിങ്ങളെ കനപ്പിക്കാം. ഒരുത്തരും കനപ്പിക്കുകയല്ല. നമുക്ക് വല്ല രക്ഷയും വരുന്ന ഉയരത്തിൽ നിന്നാണ്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ടെന്ന് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. അത് അവനവന്റെ സ്വന്തം തീരുമാനമാണ്.
പക്ഷേ ഇവിടെ ആര് ഭരിച്ചാലും ആമേൻ സ്തോത്രം ശരിയാകത്തില്ലെന്ന് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ ആര് ഭരിക്കണം? യേശു കർത്താവ് ഭരിക്കാൻ വരും. പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആര് ഭരിച്ചാലും ഭരിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കേരള ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അടുത്ത് വേറെ ഗവൺമെന്റ് ആണ്, ആര് ഭരിച്ചാലും ഭരിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനേ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യുദ്ധം നടക്കുക, ശാന്തത ഉണ്ടാകണം, രാജ്യം വിടുവിക്കപ്പെടണം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്, രാജ്യത്തെ പൗരന്മാരെ ദൈവം സൂക്ഷിക്കണം. ജാതികളുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അലോക്യം ഉണ്ടാക്കരുത്. ദൈവത്തിന് മഹത്വം. ദേശത്ത് രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യോമസേന, കരസേന, ഇന്ന് രാത്രി അതെല്ലാം പ്രാർത്ഥിക്കണം. എനിക്കറിയാം നിങ്ങളത് പ്രാർത്ഥിക്കുമെന്ന്. അതെല്ലാം നമ്മുടെ ലിസ്റ്റാ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ദൈവം തിരിക്കണമെങ്കിൽ ദൈവമക്കൾ കരം കോർത്ത് പിടിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവരെ അല്ല ദൈവത്തിന് കൂടുതൽ ആവശ്യം, പ്രാർത്ഥിക്കുന്നവരെയാ. പോരാടി പ്രാർത്ഥിക്കണം, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ സംസ്ഥാനത്തും യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലും ദൈവ പ്രവൃത്തി വെളിപ്പെടണം. സുവിശേഷ വിരോധികൾക്ക് ദൈവം മാനസാന്തരം ഉണ്ടാക്കണം. മതഭ്രാന്തന്മാർക്ക് ദൈവം രൂപാന്തരം കൊടുക്കണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും യശസ്സിനും പുരോഗതിക്കും സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, നമ്മൾ പെന്തിക്കോസുകാരാണ് ചെയ്യുന്നത്, പക്ഷെ പലർക്കും അറിയത്തില്ല. ആൾക്കാർ ഓർക്കുന്നത് നമ്മൾ പ്രശ്നക്കാരാണ്. നമ്മൾ പ്രശ്നം വരാതിരിക്കാനായി പ്രാർത്ഥിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചോ പറഞ്ഞു, നമ്മുടെ പെന്തിക്കോസ് ഹോളിലോട്ട് വന്ന ഒരു പേനാക്കത്തി പോലും കിട്ടുകയില്ല. ഒന്ന് കിട്ടുന്ന എന്നാന്ന് വെച്ചാൽ 3-4 പഴയ പാട്ട് പുസ്തകം, ഒരു വശം പൊട്ടിയ തമ്പേറ്, പിന്നെ ഞങ്ങളുടെ ഷിനിപ്പാസ് പറമ്പിലെ ചിഞ്ചിലി, അതിൻ്റെ ഇതെല്ലാം പോയതാ. കാലൊടിഞ്ഞ 2 കസേര, പിന്നെ ഒരു തടിക്കസേര, ഇരിക്കുമ്പോൾ കിറാന്ന് കേൾക്കുക. നമ്മുടെ ഹോളിൽ ഇതൊക്കെ ഉള്ളൂ. അല്ല, നമ്മുടെ സഭാകോളി വടിവാളോ നെഞ്ചക്കോ ഇടികെട്ടയോ നാടൻ ബോംബോ മാരക ഒന്നും നമ്മുടെ ഹോളിൽ നമ്മുടെ വണ്ടിക്കകത്തുമില്ലല്ലോ. നമ്മുടെ വണ്ടിക്കകത്ത് പാട്ട് പുസ്തകം, പിന്നെ എൻ്റെ വണ്ടിക്കകത്ത് ഇച്ചിരി വെള്ളം, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇടയ്ക്കൊന്ന് തൊണ്ട നനയ്ക്കാൻ. അവിടെ കിടക്കുന്നു. അതിനകത്ത് വടിവാളുമില്ല, ചുണ്ടരുവായുമില്ല, കൊയ്ത്തരുവാളുമില്ല, ഒന്നുമില്ല. വേറെ പുസ്തകമുണ്ട്. അതിനാ ഇത് നമ്മുടെ മാർഗം ഈ പറഞ്ഞതല്ലല്ലോ, സമാധാനത്തിൻ്റെ മാർഗമാണ്. നമ്മൾ ഈ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വണ്ടിയെ പോകുമ്പോഴല്ലേ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും അങ്ങനെ. നമ്മുടെ ഹോളിലും പ്രാർത്ഥനയാണ്. ഇത് ചിലർക്ക് അറിയത്തില്ല. അവരോർക്കുന്നത് നമ്മൾ പ്രശ്നക്കാരാണ്. നമ്മൾ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഉറക്കളച്ച് പ്രാർത്ഥിക്കല്ലേ? ഇന്ന് രാത്രി ഉറക്കവളച്ച് പ്രാർത്ഥിക്കുക. അനേകർ കിടന്ന് ഉറങ്ങുമ്പം ഈ രാജ്യത്തിനും ജനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അനേകർ ആമൻ സ്തോത്രം നിദ്രയിലായി ആണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഉറക്കള വെച്ച് ഈ മാതാക്കളും പിതാക്കന്മാരും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും വന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ? ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടേ പറ. ദൈവത്തിന് മഹത്വം. ഈ രാജ്യത്തെ തകർക്കാനും നശിപ്പിക്കാനും പലരും വിഷം വിതയ്ക്കുന്നത്. നമ്മൾ അങ്ങനല്ല. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. ഈ രാജ്യം നന്നാകണം. ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. ഇവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിം സഹോദരന്മാരും ബുദ്ധരും ജൈനരും പാഴ്സികളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ദൈവസ്നേഹത്തിൽ ജീവിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് കയറി പറഞ്ഞെന്നുള്ളത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പറയണ്ടായോ? നമ്മൾ പറയാതെ പിന്നെ വേറെ ആര് വന്ന് പറയാന്? അപ്പോൾ ശ്രദ്ധിക്കുക, ആനിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവരെ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളിയുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും
തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ആനിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാം സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു. അതാണ് അപ്പോസ്തലപ്രവൃത്തി 4:23. വിട്ടയച്ച ശേഷം അവരുടെ കൂട്ടാളികളെ എടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നു. രണ്ടാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന്റെ വിരോധമായിട്ട് ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തിരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ രണ്ടാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാ. അങ്ങനെയെങ്കിൽ രണ്ടാം സങ്കീർത്തനം ദാവീദ് എഴുതി. ദാവീദ് 2:12 പറയുക, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി ഈ വഴിയിൽ ആരും നശിച്ചു പോകരുത്. ഈ വഴിയാത്രയിൽ ആരും പട്ടുപോകരുത്. ഈ വഴിയിൽ ആരും തകർന്നു പോകരുത്. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ദാവീദായി സങ്കീർത്തനം എഴുതാനുള്ളതിന്റെ പശ്ചാത്തലം, ശൗല് 40 വർഷം ഭരിച്ചു, 2 വർഷം കൃപയില് 38 തികച്ചു. അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനാക്കി. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിനും ഓർഡർ ആയത്. ശൗല് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. പുള്ളിക്ക് ഒന്നാമത് ഈ ഭൂതവാ, ഷാജി കയറി, പിന്നെ നൊരയും പതയും ചാടി നിൽക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി അരമനയ്ക്കകത്ത് ഇങ്ങനെ ഉറഞ്ഞു പറയും. അരമനയ്ക്കകത്ത് ഉറഞ്ഞതുള്ളൂ. 18:9 തോന്നുന്നു. ഒന്ന് വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 18:9 തോന്നുന്നു. 9-ാണോ 10-ആണോ? ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഇടത്ത് വശത്ത് മേളില്. ഈ ഭാഗത്തായിട്ട് വരും, അതല്ലേ? ആ, പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞെന്ന പുതിയ ഭാഷയൊന്നുമല്ല, അനാവശ്യമാ. ദുരാത്മബാധിതനായി അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറയുക. പിശാച് കയറി. ദൈവത്തിന്റെ പക്കൽ നിന്നാ ദുരാത്മാവ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശൗലിന് വെളിവും, നാടൻ ഭാഷ പറഞ്ഞ വെളിവും വെള്ളിയാഴ്ച ഒന്നുമില്ല. എപ്പോ നോക്കിയാലും കയ്യിലൊരു കുന്തമുണ്ട്. ആ കുന്തമെടുത്ത് ദാവീദിനെ കുത്തണം. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്. ദാവീദൻ ഒഴിഞ്ഞു മാറി. കൊട്ടാരത്തിന് മുഴുവൻ തുളയാ. കാരണം ഇയാൾ എപ്പോഴും ഈ അഭിഷേകം പോയാൽ ഉന്നം തെറ്റും. അഭിഷേകം പോയാൽ ഉന്നം തെറ്റും. അഭിഷേകമുണ്ട്, സൂക്ഷ്മ ഉന്നമാ. കല്ലെടുത്ത് ഒറ്റ കയറ്, സൂക്ഷം തിരുന്നെറ്റിക്കും. ഉന്നമുണ്ട്. അത് അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. അഭിഷേകം പോയി ശൗല് കുത്തുന്നതെല്ലാം തെറ്റുക. എന്നെ തിരുമേനി ഇവിടെ മുഴുവൻ തോള. അത് പുതിയ ശുശ്രൂഷയാണ്. പുതിയ ഒരുമാതിരിപ്പെട്ട തിരുമേനി എല്ലാം പുതിയ ശുശ്രൂഷ. ഭിത്തിക്ക് മുഴുവൻ തോള. ഉന്നം തെറ്റി. അന്നോ ആദ്യം ഉന്നം തെറ്റിയപ്പോഴേ കുന്തം താഴെ ഇടണ്ടേ, പിന്നെ അതും പിടിച്ചോണ്ടിരിക്കുക ഇല്ലേ? ദാവീദ് സൻക്കകത്ത് കൈയിട്ട് ഒരു കല്ലേ എടുത്തുള്ള 4 കിടപ്പുണ്ട്. എടുത്ത് കവണയിൽ വെച്ചുടനെ എറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ എഴുതിയേക്കുന്നത്. നമ്മൾ വെച്ചാ ഉടനെ പൽസിക്കുന്നു, വന്നിരുന്ന ഉടനെ. അങ്ങനൊന്നും ആട്ടുകയും തുപ്പുകയും ചെയ്യരുത്. കല്ലെടുത്ത് കവണയിൽ വെച്ച് ഉടനെ എറിഞ്ഞെന്നില്ല, വെച്ച് വീശി. അങ്ങനെ ഉണ്ടോ? കണ്ടോ വാക്യം കണ്ടോ? ഞാൻ ഇന്നലെ വായിച്ചതാ. സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി. അങ്ങനെ വെച്ചുടനെ എറിയല്ലായിരുന്നു.
വെച്ചൊന്ന് അത് ശുശ്രൂഷകയുടെ തന്മയത്വമാണ്. വെച്ചൊന്ന് വീശി എന്താ വെച്ചാൽ അവൻ്റെ നെറ്റിക്കെട്ട് ഉന്നം പിടിക്കുക. പിടിച്ചേച്ച് കൃപയിൽ നിറഞ്ഞൊരൊറ്റ സൂക്ഷം കല്ല് തിരുനെറ്റിക്ക്. അന്നേരം അവൻ കവിണ്ണ് വീണ്. മല നല്ല വീണേ. മലന്ന് വീഴുന്നതല്ല, അത് പോട്ടെ, ഞാനിപ്പോൾ പറയുന്നില്ല. കവിണ്ണ് വീണു. ഓടി അങ്ങോട്ട് ചെന്ന് എൻ്റെ ഭാഷ അവൻ്റെ നെഞ്ചത്ത് കയറി അവൻ്റെ ഉറയുന്ന് അവൻ്റെ വാളൂരി അവൻ്റെ പെടലിയും വെട്ടി. ഇതാ കാൽവറിയിൽ നടന്നത്. മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാച് മരണഭയമിട്ട ആ ജനത്തെ പേടിപ്പിച്ചത്. ആ വാള ദാവീദ് ഊരി. ഈ വാള കൊണ്ടല്ലേ ഇവൻ ഭീഷണി മുഴക്കുക, നിന്നെ കൊല്ലും. അതിന് ഊരിയെടുത്ത് അവൻ്റെ പെടല് കണ്ടിച്ചു. ഇതാ കാൽവറിയിൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ യേശു തൻ്റെ മരണത്താൽ മാറും അധിപതി പിൻപേ പോയവർ ലജ്ജിക്കുമ്പോൾ നാം അവൻ നാമത്തിൽ ജയ് വിളിക്കും. മരണത്തെ ജയിച്ചൊരു ജയവീരൻ, മരണത്തെ ജയിച്ചൊരു ശരണമായി തീർന്നതെന്തൊരു ഭാഗ്യം. അവനെ അനുഗമിപ്പതു യോഗ്യോ, അവനെ അനുഗമിപ്പതു ആമേൻ. യേശുവിൻ ജനമേ ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി. ഓ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട, ആമേ നാം അവൻ. അപ്പൊ ശ്രദ്ധിക്കുക, അഭിഷേകമെല്ലാം പോയി. അപ്പൊ ദാവീദിന്റെ കാലത്താ ഇതിനെല്ലാം ഓർഡറായത്. ദാവീദ് വന്ന് മില്ലോ പണിതു, സംഭാരനഗരം പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി, സൈന്യത്തെ എല്ലാം സജ്ജീകരിച്ചു. മാത്രമല്ല കോട്ട പണിതു. തന്നെയുമല്ല ദൈവാലയത്തിൽ ഇരിക്കേണ്ട പെട്ടകമുണ്ട്. പെട്ടകം തിരിച്ചു കൊണ്ടുവന്ന് പാട്ടുകാരെ നിയമിച്ചു. യദുദൂൻ, ആസാഫ്, ഹേമാൻ പാട്ടുകാരെ നിയമിച്ചു. പുരോഹിത വൃന്ദത്തെ കൂറിന്റെ ക്രമത്തിൽ 24 കൂറ, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാരെ നിയന്ത്രിച്ചു. പാട്ടുകാരെ എല്ലാം ദാവീദ് ഓർഡറിൽ കൊണ്ടുവന്ന്. ഇതെല്ലാം ഓർഡറിൽ കൊണ്ടുവന്നിച്ച് ദാവീദ് പറഞ്ഞു, ഞാൻ സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സിയോൻ കോട്ട. അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് മുഴുവൻ യബൂസ്യൻ എന്ന വാക്കിന്റെ അർത്ഥം കര കയറാൻ മനസ്സില്ലാത്തവനെന്ന. അപ്പൊ യബൂസ്യര് സിയോൻ കോട്ടയിലുണ്ട്. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരുന്നെന്ന് കേട്ടപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള യബൂസിയ മൂപ്പന്മാര് പറഞ്ഞു, ദാവീദ് ഇവിടെ കടക്കത്തില്ല. അതിനാ യോടി അവനിവിടെ വന്നാൽ നമ്മളാരും പോകണ്ട, ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും ചെന്നാ മതി, അതിനുള്ളതേ ഉള്ളെന്ന്. 2 കാലം ഉള്ളവൻ പോകണ്ട, 1.5 കാലം പോയാൽ മതി, അതിനുള്ളതേ ഉള്ളു. ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥം പറ. 2 കണ്ണും കാഴ്ചയുള്ളവൻ പോകണ്ട, കണ്ണ് പൊട്ടൻ പോയാൽ മതി, കണ്ണ് പൊട്ടനുള്ളതേ ഉള്ളെന്ന് ദാവീദ്. അപ്പൊ ഇത് ദാവീദ് കേട്ടപ്പം പഴയ പ്രമാണമല്ലേ ശുണ്ഠി ഉണ്ടായി. ദാവീദ് പറഞ്ഞു, അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം സിയോൻ കോട്ടയ്ക്കകത്തുള്ള മുടന്തനെയും കുരുടനെയും തട്ടിയേക്കാൻ പറഞ്ഞു. ഇത് സിയോൻ കോട്ടയിൽ പ്രസിദ്ധപ്പെട്ടിയപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് മുടന്തന്മാരും കുരുടന്മാരും ഒക്കെ സിയോൻ കോട്ട വിട്ടുപോയി. എന്നിട്ട് ദാവീദ് സിയോൻ കോട്ട പിടിച്ചെന്ന. നിങ്ങളാണ്ട 5:5 വായിച്ചേ. ശാമുവേലിന്റെ 2-ാം പുസ്തകം 5:5. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും ജെറുസലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്ക് 33 സംവത്സരവും രാജാവായി വാണു. അടുത്തത്, രാജാവും അവന്റെ ആളുകളും ജെറുസലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിനോട് കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല, നീ ഇവിടെ കടക്കത്തില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എല്ലാ ഭാഗവും പിടിച്ചെടുത്തെങ്കിൽ ഇവർക്ക് വൈരാഗ്യമുണ്ടായി. പിറ്റത്തേതിൽ ഫെലിസ്ത്യരും വന്ന് ദാവീദിനെതിരെ അണിനിരന്നു. 18-ാം വാക്യം 18. ഫെലിസ്ത്യർ വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ യബൂസ്യനും ഫെലിസ്ത്യനും ഇവരോട് ചേർന്ന് ഹൂര്യരും സകലയെണ്ണം കൂടെ വന്ന് അണിനിരന്നു.
ഈ സന്ദർഭത്തിലാണ് ദാവീദ് 2-ാം സങ്കീർത്തനം എഴുതിയത്. അതാണ് 2:1 വായിക്കുന്നത്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ന് പറഞ്ഞ യെബൂസ്യനും ഈ ഫെലിസ്ത്യനും കൂടെ ഹൂര്യനും ഇവരെല്ലാം കൂടെ ചേർന്ന് ദാവീദിനെ വകവരുത്താൻ പദ്ധതി കിട്ടു. ഇവനെ നമുക്ക് തട്ടിക്കളയണം, ഇവനെ ശരിയാക്കണം, ഇവനെ ജീവിക്കാൻ അനുവദിക്കരുത്, ഇവനെ സിയോൻ കോട്ടയിലിട്ട് നമുക്ക് തട്ടണം. ജാതികളെല്ലാം കൂടെ ചേർന്ന് അണിനിരന്ന് ഗൂഢാലോചനകൾ മെനഞ്ഞപ്പോൾ ദാവീദ് അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ ദാവീദ് പറയുക, ദൈവമേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? പിന്നെ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഒന്നിച്ച് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് എഴുന്നേറ്റു. അപ്പൊ ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അങ്ങനെ എഴുന്നേറ്റപ്പം ഈ ചിന്തകളൊക്കെ വരിക, ഇവനെ തട്ടും, കൊല്ലും, തകർക്കും, മുടിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ദാവീദ് ആ സങ്കീർത്തനത്തിൽ തന്നെ ഒരു വാക്യം 4 പറയാ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നെന്ന്. ഈ വട്ടുകളിയെല്ലാം കണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക. ഇത് മശീകിക സങ്കീർത്തനമായതുകൊണ്ട് വേണേ അങ്ങനെ ഒന്ന് ചിന്തിച്ചു. കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവിനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു, അവിടുന്ന് മരിച്ചു, കല്ലറയിൽ കൊണ്ടുവച്ചു. അപ്പം മഹാപുരോഹിതനും കന്യാസും കയ്യപ്പാവും എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു, ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കല്ലറ കാക്കണം. ഉടനെ തന്നെ ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് ഉരുട്ടി കല്ലറയുടെ വാതൊക്കെ കൊണ്ടുവച്ചു. ഈ കല്ലെല്ലാം കൂടെ ഉരുട്ടുമ്പം നമ്മുടെ ആൾക്ക് കല്ലുരുട്ടാനൊരു കമ്മിറ്റി, നമുക്കെല്ലാത്തിനും കമ്മിറ്റി ആയതുകൊണ്ട് ഉരുട്ട് കമ്മിറ്റി. അപ്പം ഉരുട്ട് കമ്മിറ്റി ഇതെല്ലാം ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ബേച്ചാ നന്നായിട്ട് ഉരുട്ടണം, വിടവൊന്നും കാണരുത്, ഇച്ചിരി വിട വീട്ടിയാൽ മതി, അവൻ ചാടി വെളിയിൽ വന്നവനാ. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കുമ്പം സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. ഇവനെല്ലാം കല്ല് പിടിച്ച് ഉരുട്ടുന്ന കാണുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. അപ്പം പറഞ്ഞു, കല്ല് വെച്ചുകൊണ്ട് മാത്രം. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഇച്ചിരി വിടവുണ്ട്, അതങ്ങ് തേച്ചേക്കാൻ പറഞ്ഞു. സിമെന്റ് കൂടുതലിട്ട് എന്തായാലും സ്വർഗത്തിരിക്കുന്നവൻ ഇവൻ സിമെന്റ് ചാന്ത് കുഴയ്ക്കുന്ന കണ്ട് ചിരിക്കുക. ഇവനെല്ലാം ഈ പൊട്ടത്തരം കാണും, മനസ്സിലായോ? അവനെല്ലാം ചാന്ത് തേക്കുന്ന കണ്ട് സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. അന്നേരം ഒരുത്തം പറഞ്ഞ്, നമുക്ക് റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെക്കണം, അപ്പം പിന്നെ ആരും തൊടുകയല്ലെന്ന്. അന്നേരം സ്വർഗം ചിരിക്കുക ഇവന്റെ ഈ മുദ്ര കണ്ട്. ചിരിക്കാൻ കാര്യം എന്നാ, 3-ന്റെ അന്ന് ദൂതൻ ഇങ്ങോട്ടിറങ്ങി ഒരടി അടിച്ച് കല്ലങ്ങോട്ട് മാറ്റി ദൂതനതിന്റെ വണ്ട കയറിയിരുന്ന് സ്തോത്രം, അവിടുന്ന് കല്ലറയെ ഭേദിച്ച് ഉയർക്കുന്ന കാഴ്ച കണ്ടാ സ്വർഗം ചിരിക്കുന്നത്. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്തു, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു, നിരന്തരം വന്ദനം ചെയ്തിടുന്നു, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു, രാജിത മകസരുമ മനുസുതനെ, രാജിത മകസരുമ മനുസുതനെ, രാജസ്വമാനിതനെ രാജസമ്മാനിതനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീനാമേ, നിരന്തരം വന്ദനം ചെയ്തിടുന്നു, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. ഇത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാ മതി. സുവിശേഷ വിരോധികളും മതഭ്രാന്തന്മാരും ബൈബിള് കത്തിക്കാനും യോഗം മുടക്കാനും ഉപദേശിമാരെ തല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിലിരിക്കുന്നവൻ ഇത് കണ്ട് ചിരിക്കുക. കാരണം നാളെ നടക്കാൻ പോകുന്നതിനാന്ന് സ്വർഗത്തിനറിയാം. ഈ തല്ലുകയും ഉപദ്രവിക്കുകയും ബൈബിള് കത്തിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് ഹോളിനകത്ത് കയറി ഉപദ്രവിക്കുമ്പോ ഇവര് ധരിക്കുന്ന ഇതോടെ തീർന്നെന്ന അല്ല, ഒരെണ്ണം മാറുമ്പോൾ 1000 എണ്ണത്തിന് ദൈവം എഴുന്നേൽപ്പിക്കും. ഇത് കണ്ട് സ്വർഗം ചിരിക്കുക. പീഡയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ, പോരാട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ, പ്രതികൂലം അനുവദിക്കുന്ന ദൈവമക്കൾ ക്ഷീണിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാ. നീ പ്രാർത്ഥിച്ചാ മതി, മുട്ടമടക്കിയാ മതി, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന.
ഹല്ലേലൂയ. ഈ സീസര 900 ഇരുമ്പരഥമായിട്ടാ വന്നേ. ഇവന്റെ 900 ഇരുമ്പരഥവും രഥവും ഇരുമ്പും എല്ലാം കണ്ട് ഒരുമാതിരിപ്പെട്ടവനല്ല, പേടിക്കാം. പക്ഷെ ആ യുദ്ധത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി ഇഞ്ഞു വന്നു. കുറെ ആൾക്കാർ പോയില്ല, ചിലത് പോയിട്ട് ഗുണവും ആയില്ല, ചിലത് ചെന്നേ ഉള്ളൂ, ചുമ്മാ ഇരിക്കുക. ഏതാ ആരൊക്കെ പോയെന്നും പോയവരെങ്ങനായിരുന്നെന്നും ചെന്നവരെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ചേ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചേ. അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളർന്ന വഴിയിൽ നടന്നു. ദബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൻ മാതാവ് എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം മറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ ഭരിച്ചു. ഗോപുര ദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ. അപ്പൊ ശ്രദ്ധിക്കുക, അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലെ യായേലും കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്ന നാൾ വരെ, ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രയേലി അജേഷമില്ല. അവൻ നൂതനദേവന്മാരെ വരച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. ഇസ്രയേലിന്റെ 40,000 മധ്യേ പരിചയം കുന്തവുമില്ല, കണ്ടതേയില്ല. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ആരൊക്കെ പോയി എന്തൊക്കെ ചെയ്തെന്ന 13-ാം വാക്യം മുതൽ വായിച്ചേ. 13. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിറ്റവും പടജനവും എനിക്കായിട്ട് ഇറങ്ങുമെന്ന്, വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങുമെന്ന്. അടുത്ത വാക്യം രൂബേന്റെ എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമിനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഗിയിൽ നിന്ന് നായക ദണ്ഡധാരികളോ അധിപന്മാരും വന്നെന്ന. അടുത്ത വാക്യം രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ കരമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടിലോത്ത് കിടക്കാൻ നീ തൊഴുത്തുകൾക്കിടയ്ക്ക് താമസിച്ച് കിടക്കുന്നത് എന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ കരമേറിയ മനോനിർണയങ്ങളുണ്ടായി. അടുത്ത വാക്യം ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. പിന്നെ ദാൻ കപ്പലുകൾക്കരികെ അടുത്ത് താമസിക്കുന്നത് എന്ത്? അടുത്തത് ആശേർ സമുദ്രത്തിരുന്ന് അനങ്ങാതിരുന്നു. പുള്ളി യോഗത്തിന് വരും, അനങ്ങത്തില്ല. അനങ്ങുന്നില്ലെങ്കിലും വരുന്നല്ലോ, വലിയ കാര്യം. അനങ്ങാതിരുന്നു. അനങ്ങാതിരിക്കട്ടെ. ഇത് വായിരുന്നു. തുറമുഖങ്ങൾക്ക് അരികത്ത് പാർത്തുകൊണ്ടിരുന്നു. തുറമുഖങ്ങൾക്ക് അരികത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. അടുത്ത വാക്യം രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദ്ദോ വെള്ളത്തിന്റെ വന്ന് പൊരുതി. വെള്ളിയങ്ങ് അവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരമായി സ്വഗതികളിൽ പൊരുതി. അടുത്ത വാക്യം കീശോന്തോട് പുരാതനത ഞാൻ കീശോന്തോട് തള്ളിയവരെ ഒടുക്കിക്കൊണ്ടുപോയി. എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗതത്താൽ ശൂരവൽഗതത്താൽ കുതിരക്കുളമകൾ കത്തരം ചെയ്തെന്ന. ഞാൻ ഇതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ഞാൻ അതിൽ ഒരു പദം പറയുക. വീരന്മാരുടെ മധ്യേ യഹോവ ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഇന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങി വരും. എന്തിനാണെന്നറിയാമോ? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. ഉറക്ക വിളിച്ച് ദൈവസന്നിധിയിൽ വേറിട്ട് ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. എവിടെ? ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇറങ്ങേണ്ടടുത്തൊക്കെ ദൈവം ഇറങ്ങിക്കോളും. ഇവിടെ ഇരുന്ന് ജാഗരിച്ചാൽ മതി, ഇറങ്ങേണ്ട സ്ഥലത്തൊക്കെ ദൈവം ഇറങ്ങും. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങും. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അന്ന് വൽഗതത്താൽ ശൂരവൽഗതത്താൽ കുതിരക്കുളമ്പകൾ കത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തല ഭാഗം എത്രയുള്ളൂ? സെബുലൂന്റെയും നഫ്താലിയുടെയും 10,000 പേരും ദബോരയും ബാരാക്കും താബോർ മലയുടെ മുകളിൽ കയറി നിൽക്കുക. ദബോര ദൂത് പറഞ്ഞു. ദൂത് കേട്ട് ബാരാക്കും ഈ നഫ്താലിയുടെയും സെബുലൂന്റെയും 10,000 പേര് ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചു. ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടുത്തെ പദം കൊണ്ടോ നക്ഷത്രങ്ങൾ പൊരുതി.
നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതൻ ഇറങ്ങി പടവെട്ടാൻ തുടങ്ങി. ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലമാണ്. നക്ഷത്രങ്ങൾ പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതൻ ഇറങ്ങി. വേറെ പഠിതാക്കൾ ചിലരൊക്കെ പറയുന്നത് ദൂതൻ ഇറങ്ങി 900 ഇരുമ്പരഥമല്ലേ, ആ ദൂതൻ ഇങ്ങോട്ട് വന്ന് കുതിരയുടെ കുതികാല് വെട്ടി, കുതിയരമ്പ് വെട്ടി, കുതിരയുടെ വെട്ടിയപ്പോ കുതിരയാടി. അതാ വൽഗിതം. കുതിരയാടിയപ്പൻ രഥത്തിൽ ഇരുന്ന സീതര ഇറങ്ങി ഓടി. ഇവൻ ഈ രഥത്തിൽ വന്ന് എല്ലാവരെയും പേടിപ്പിച്ചതാ. ഞങ്ങൾക്ക് രഥമുണ്ട്, ഞാൻ രഥത്തിലാണ് യാത്ര ചെയ്യുന്നത്, രഥയാത്ര. സീസരേ, അപ്പൊ ഈ രഥവും രഥത്തിലെ യാത്രയൊക്കെ കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം പേടിച്ചു. ഇവര് താബോർ മലയുടെ മുകളിൽ ആരാധിച്ചപ്പോൾ ദൈവദൂതനെ ദൈവം അങ്ങോട്ട് ഇറക്കി. ഈ ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇണുക്ക് തെറ്റിയൊന്നും ഇരിക്കുകയല്ല. നമ്മുടെ ഇരിപ്പ് കാണുമ്പം ഓടി ഒരു ദൂതനോട് ദൈവം വിളിച്ചേച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം നീ അശൂർ പാളയത്തിലോട്ടൊന്ന് പോകാൻ. ദൂതൻ അവിടെ ഒറ്റ വെട്ട് 1,85,000. ഈ ടൈപ്പ് ദൂതന്മാരാന്ന് ഓർക്കണം. വേറൊരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞ് താഴോട്ട് പെട്ടെന്ന് ചെല്ലാൻ. അതിനാ പീറ്ററാണ്ട് അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. ദൂതൻ വന്ന് 1-ാം കാവലും 2-ാം കാവലും തുറന്ന് ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് പീറ്ററുമായിട്ട് വെളിയിലിറങ്ങി. ഇത് അത്ര ദൂതന്മാരാ നമുക്ക്. അവിടെ ദൂതൻ പീറ്ററിനെ വെളിയിൽ കൊണ്ടുവന്ന് ആക്കി വെച്ചു. ദൂതൻ പോയെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ എഴുതിയ ദൂതൻ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? എടുത്തേ നോക്കട്ടെ. മറച്ചേ ഇവിടെ ഇവിടെ വായിച്ചേ. ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ തൊട്ടടുത്ത് വായിച്ചു. ഇവിടെ വായിക്കാൻ ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. അവിടെ വായിച്ചാൽ എത്ര ഉള്ളു. എനിക്ക് തിട്ടമുണ്ട് കേട്ടോ. പിന്നെ എടുക്കുന്ന വിഷയത്തിൽ തിട്ടമുണ്ട്. വേറെ ദിവസമൊന്നും അറിയത്തില്ല. വരുന്ന ഭാഗത്ത് ദൂതൻ അവനെ വിട്ടുപോയി. എങ്ങോട്ട് പോയി? വന്ന സ്ഥലത്തേക്കോ? എവിടുന്നാ വന്ന് അങ്ങോട്ട് പോയെന്നോ? അത് നല്ലൊരു ആൻസറാണ്. വന്ന സ്ഥലത്തോട്ട് അന്നേരം പോകില്ല. ദൂതനെ 2 കാര്യം പറഞ്ഞാ വിട്ടത്. ഒന്ന്, പീറ്ററിനെ വെളിയിലിറക്കണം. രണ്ടാമത്തെ ശുശ്രൂഷ തീർന്നില്ല. ദൂതൻ അവിടെ നിന്ന് നേരെ പാലസിലോട്ട് പോയി. നിശ്ചയിച്ച ഡേറ്റിലെ തിരുമേനി ഉള്ള ഉടുതുണിയെല്ലാം കൂടെ വാരി ചുറ്റി ഭദ്രാസനത്തിൽ വന്നങ്ങ് പിരിച്ചെഴുതണ്ട, ഏറാ പുള്ളി ഭദ്രാസനത്തിൽ വന്നങ്ങോട്ട് ഇരുന്നപ്പം ജനമെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ദൈവം വന്നിരിക്കുന്നെന്ന്. പുള്ളി ദൈവം കളിച്ചതാ. ദൈവം കളിച്ചപ്പം ദൂതനൊരൊറ്റ അടി കൊടുത്ത് അന്നേരം കൃമിക്കരയായി. ഇത്ര ദൂതനാ നമുക്ക് കാവലെന്ന്. രാജാവിനോട് പ്രാർത്ഥിക്കാത്തതിന് പിടിച്ച് കാരാഗ്രഹത്തിൽ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. ഇട്ട രാജാവിന് ഉറക്കം വന്നില്ല. പുള്ളി മുടിരാത്തി നയിക്കുന്നത്. പുള്ളി നമ്മളെ പോലെ മുടിരാത്തി പ്രാർത്ഥന. അധികാലത്ത് പുള്ളി ഗുഹാമുഖത്ത് വന്ന് ചോദിച്ചു ഗൽഗതത്തോടാ, ദാനിയേലേ അവിടെ എങ്ങാനും ഉണ്ടോന്നറിയാനാ. ദാനിയേല് കരക്കോട്ട് കയറി കൈ അടിച്ചേച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാക്കട്ടെ. രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ, ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. ദൂതസഞ്ചയം എനിക്ക് കാവലാക്കി തന്നു. ദൂതസഞ്ചയം എനിക്ക് കാവലാക്കി തന്നു. ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെയോർത്തു. തന്നതിനെയോർത്ത് സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം. യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ
സ്തോത്രം സ്തോത്രം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. Praise the Lord. അപ്പൊ നമുക്ക് മടങ്ങി വരാം. ഈ 2-ാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് എഴുതി. ദാവീദ് 2:12 പറയുക, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കരുത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിലോട്ട് വരുക. ഞാനിത് മുഖവരയായി പറഞ്ഞേ, വഴിയിൽ വെച്ച് നശിക്കരുത്. വഴിയിൽ വെച്ച് നശിക്കരുത്. ഈ വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ നിരവധി ദുഷ്ടശക്തികളുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയാണ്. നമ്മൾ യാത്രക്കാരാ. നമ്മുടെ കർത്താവ് 2 വഴിയെ പറ്റിയാ പറഞ്ഞത്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, വീതിയുള്ള വിശാലമായ പെരുവഴി, അനേകര് പോയിക്കൊണ്ടിരിക്കുക. 2 നിത്യജീവങ്ങളിലേക്കുള്ള വഴി, അത് ഇടുക്കോ ഞെരുക്കോ പോകുന്നവർ വളരെ ചുരുക്കമാണ്. 2 വഴിയാ യേശു പഠിപ്പിച്ചത്, നാശവഴി, നിത്യജീവന്റെ വഴി. ഞാനും നിങ്ങളുമെല്ലാം നിത്യജീവന്റെ വഴിയെ കൂടി യാത്ര ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ വഴിയാത്രയിൽ നമ്മെ തകർത്ത കളയുവാൻ ശക്തമായ പോരാട്ടമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഞാൻ നിങ്ങളുമെല്ലാം യാത്രക്കാരാ. ആത്മീക ലോകത്തെ പാട്ടുകാര് പലരും പാടി ഓർപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാന്ന. കേട്ടിട്ടില്ലേ? ജീവിത യാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നമ്മൾ യാത്രക്കാരാ. മധുരയുടെ മധുരഗായകനാ ചെറിയാച്ചായൻ. അച്ചായന്റെ വരിയ, എം.ഇ. ചെറിയാച്ചന്റെ വരിയ, മോക്ഷയാത്രയാണിത്, നമ്മൾ യാത്രക്കാരാ. കുമ്പനാട് കുടുംബത്തിൽ ഏകയായിട്ട് ഇറങ്ങിയ കർത്തദാസി മൺമറഞ്ഞ അന്നമ്മ മാമൻ, ചരിത്രവും സാക്ഷ്യവും ഒന്നും ഇപ്പൊ പറയുന്നില്ല, എഴുതിയ വരികളാ, യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. അപ്പൊ ഈ പാട്ടുകാരെല്ലാം ഓർപ്പിക്കും നമ്മൾ യാത്രക്കാരാ. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ഒരു വരി ഇങ്ങനെ എഴുതി, പാന്തർ പെരുവടി അമ്പലം തന്നിലേ നാന്തരായി കൂടി വരും യോഗം പോലെ, നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാന കളത്ര സുഖം നൃണ ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രവാഹ ചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വാക്കിനി സംതപ്ത ലോകസ്ഥാമ്പ ബിന്ദുന സാന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം മായാമയമായി പരിണാമിയായൊരു ഗായം വികാരിയായുള്ള നിതുധ്രുവം. നിങ്ങളിപ്പോൾ ചിന്തിക്കാം, മുരാത്ത പ്രാർത്ഥനയ്ക്ക് ഭാഗവതം വായിക്കാൻ വന്നതാണോ എന്ന്. ചിലരിന്ന് ശാസിക്കുന്നതും കാണും, ഈശോന്റെ നാമത്തിൽ ഏക്കുകയല്ല. അപ്പൊ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതാ, നമ്മളെല്ലാം യാത്ര പാന്തർ പെരുവടി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ നദിയാ ഒഴുകുന്ന കാറ്റങ്ങൾ പോലെ ഇവത്രയും ചഞ്ചലമാലയ സംഗമം. പാന്തർ വഴിയാത്രക്കാർ. പെരുവഴി അമ്പലം, പണ്ട് ബസ്സും ഇങ്ങനെയുള്ള മോട്ടോർ വാഹനമില്ലാത്ത കാലത്ത് വഴിയമ്പലമുണ്ട്. യാത്ര ചെയ്ത് വന്ന് സത്രത്തിൽ തങ്ങും. പല സ്ഥലത്തു നിന്ന് വരുന്ന പല ഇടങ്ങളിലേക്ക് പോകുന്ന പല ആവശ്യക്കാരാ. പക്ഷെ ഒന്നിച്ചൊരു സത്രത്തിൽ തങ്ങും. രാവിലെ അവനവൻ്റെ വഴിക്ക് പോകും. ഇതുപോലെ മനുഷ്യജീവിതം വന്ന് പാന്തർ വഴിയാത്രക്കാർ. അപ്പൊ ഞാനും നിങ്ങളും എല്ലാം യാത്രക്കാരാ. നമ്മുടെ വഴിയാത്രയിൽ നമ്മെ തകർത്ത് കളയുവാൻ വഴിയിൽ ശക്തമായ പോരാട്ടമുണ്ട്. ഞാനെപ്പോഴും പറയും, പോരാട്ടം തേടി നമ്മൾ ദൂരോട്ടൊന്നും പോകണ്ട, നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ കൊണ്ട് പോരാ. പോരാട്ടം തേടി എന്തിനാ കുമ്പനാട്ട് പോകുന്നത്? അവിടെ വേറെ പോരാട്ടമുണ്ട്. പോരാട്ടം തേടി മുളക്കൊഴയ്ക്ക് പോകണ്ട, അവിടെ വേറെ പോരാട്ടം. നമുക്ക് ചെറുതോണിലുണ്ടല്ലോ പോരാട്ടം, എന്തിനാ മുളക്കൊഴ വരെ പോകുന്ന വണ്ടിക്കൂലി മുടക്കി. പോരാട്ടം തേടി പുനലൂരും പോകണ്ട, അവിടെ വേറെ ഉണ്ടെന്ന്. നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. ഉദാഹരണം, ഉടക്കാനല്ല, ഉദാഹരണം, ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് പോരാട്ടമുണ്ട്, ഇല്ലേ? രക്ഷിക്കപ്പെട്ട ഭർത്താവിൽ നിന്നുണ്ടല്ലോ, പിന്നെ ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. രണ്ടുപേരും ഒന്നിച്ച് വന്നത് കൊണ്ട് ഭാഷ ഞാനൊന്നും മിണ്ടുന്നില്ല, പുള്ളിയുണ്ട്, ഞാൻ പിന്നെ എന്തെങ്കിലും കാണുകയാണെ പറയാം. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് ഉണ്ടാകും, മറിച്ചും ഉണ്ടാകും. ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഭാര്യയിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിന് എന്തിനാ രക്ഷിക്കപ്പെടാത്ത ഭാര്യ? രക്ഷിക്കപ്പെട്ട ഭാര്യ എന്നുണ്ടല്ലോ പോരാട്ടം, ഇല്ലേ?
ഇല്ലേ? സത്യം പറയണം. ഉണ്ടെന്ന് ഞാനിപ്പോ തെളിയിക്കാം. ചെറിയൊരു ഉദാഹരണം, വലുതല്ല ചെറുത്. ഉദാഹരണം, നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും വന്ന് അടുപ്പിച്ച് ഒരു മാസം നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, പോരാട്ടം ഉണ്ടാകുമല്ലോ എന്നറിയാം. അവരുടെ അമ്മയും അവരുടെ അനിയത്തിയോ ചേടത്തിയോ അവരുടെ ആൾക്കാരോ എത്ര നാള് താമസിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അമ്മച്ചി ചായ വേണോ? അമ്മച്ചി ബൂസ്റ്റ് ഇട്ട് തരട്ടെ? അമ്മച്ചിക്ക് എന്തോ വേണം? കൂടെ നമ്മുടെ അമ്മ ചോദിച്ചാൽ കുഞ്ഞ ഒരു കട്ടൻ ഒരു കാപ്പി, പിന്നെ കൂപ്പി രാവിലെ ഒരെണ്ണം കുടിച്ചതാ. കൂടെ കൂപ്പി. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ അനുഭവിക്കുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ പോരാട്ടം തേടി ദൂരോട്ട് പോകണ്ട, ആയിരിക്കുന്ന ഇടത്ത് പോരാട്ടമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, സ്തോത്രം, വഴികളുണ്ടാകുന്ന പോരാട്ടം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ശക്തമായ പോരാട്ടം വഴിയാത്രയിലുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം എല്ലാം വിശദീകരിച്ചു പോകുന്നില്ല. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്തതിന് ശേഷം ആ ചിലര് കനാനിലെത്തിയത്. 40 വർഷവും യാത്രക്കാരാ. അവരുടെ വഴിയാത്രയിൽ ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നു. ഒരു വാക്യം വായിച്ചേ, ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആവർത്തനം 25:17. പെട്ടെന്ന്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ 2 പ്രാവശ്യം വഴിയുന്നുണ്ട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന്, നീ ക്ഷീണിച്ച് തളർന്നു വിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണം. മറക്കരുത്. എന്തുവാ മറക്കരുതെന്ന് പറഞ്ഞത്? വഴിയിൽ വെച്ച് അമാലിലേക്ക് വന്ന കാര്യം മറക്കരുത്. ആരാണ് അമാലിലേക്ക്? എന്തിനാ അമാലിലേക്ക് വന്നത്? എങ്ങനെ അമാലിലേക്കിനെ ജയിക്കാം? അമാലിലേക്കിനെ തൊഴിലെന്നാ? അമാലിലേക്കിനെ എങ്ങനെ ഒതുക്കാം? ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാം. അപ്പൊ അതിനു മുമ്പ് സ്വോത്ര കാഴ്ച എടുക്കാം. എങ്ങനെ നിങ്ങളുടെ ക്രമീകരണം? സ്വോത്ര കാഴ്ച എടുത്തു കഴിഞ്ഞ് നിർത്തുകയാണോ, അതോ ഇവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? ഭക്ഷണമുണ്ട്, എന്നാ പിന്നെ അത് കഴിച്ചേച്ച് മതി അല്ലേ? ഇപ്പൊ എന്തുവായി സമയം? 9 ആയോ? 10 ആയോ? എന്നാ പിന്നെ പറയണ്ടേ? വിഷയമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ എടുത്തോളാം. എന്നാ നമുക്ക് ഇപ്പൊ സ്തോത്ര കാഴ്ച എടുക്കാം. അത് എടുത്തു കഴിഞ്ഞ് സ്റ്റാൻലി പാട്, പെട്ടെന്ന് വാ, അവർ പോകുന്നതിന് മുന്നേ.